ഇനാച്ച് എങ്ങനെ വാലിഡേറ്റ് ചെയ്യണം? പോളിസി പൂർത്തിയാകുമ്പോൾ കസ്റ്റമർക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. SMS-ൽ ഇനാച്ച് എന്ന് സെർച്ച് ചെയ്താൽ ആ മെസ്സേജ് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാനാവും. ആ മെസ്സേജ് എടുക്കുമ്പോൾ അതിലൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ടച്ച് ചെയ്യുക. അപ്പോൾ അത് LICയുടെ ഇനാച്ച് വാലിഡേഷൻ സൈറ്റിലേക്കാണ് പോകുന്നത്. ലിങ്കാണ് ഓപ്പണായി വരുന്നത്. ഇതാണ് ഇനാച്ച് വാലിഡേഷൻ ലിങ്ക്. ഇനി അഥവാ SMS കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ക്രോം ഓപ്പൺ ചെയ്ത് അതിൽ LIC ഇനാച്ച് എന്ന് അടിക്കുമ്പോൾ നമ്മുടെ ഇനാച്ച് ലിങ്ക് അവിടെ കിട്ടും. ഓൺലൈൻ ഇനാച്ച് മാൻഡേറ്റ്. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു സ്ക്രീനാണ് വരിക. അതിൻ്റെ താഴെ പ്രൊസീഡ് എന്നുണ്ടാവും. ക്ലിക്ക് ടു പ്രൊസീഡ് എന്നുള്ളത് പ്രസ് ചെയ്യുക. എന്നുള്ളത് ടച്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതൊരു എക്സ്റ്റേണൽ സൈറ്റിലേക്ക് കൊണ്ടുപോകും. വീണ്ടും LICയുടെ ഇനാച്ച് സൈറ്റാണ്. ഇത് ഓപ്പണായി വരുമ്പോൾ ഇതിൽ നമുക്ക് 4 ഡീറ്റെയിൽസാണ് കൊടുക്കാനുള്ളത്. പോളിസി നമ്പർ, ഇൻസ്റ്റാൾമെൻറ്റ് പ്രീമിയം വിത്തൗട്ട് ടാക്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ആ താഴെ ബോക്സിലുള്ള ആ ക്യാപ്ച കോഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പേജിൽ ടൈപ്പ് ചെയ്യേണ്ടത്. പോളിസി നമ്പർ ടൈപ്പ് ചെയ്യുക. പ്രീമിയം വിത്തൗട്ട് GST, നമ്മുടെ FPR റെസീറ്റിലെ പ്രീമിയം എന്നുള്ള സ്ഥലത്ത് നമുക്ക് കറക്റ്റായിട്ട് GST ഇല്ലാത്ത പ്രീമിയം കിട്ടും. ആ പ്രീമിയം എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്യണം. അതിന് താഴെയായിട്ട് നമ്മുടെ കസ്റ്റമറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ആ ഫോർമാറ്റിൽ സ്ലാഷ് ഇട്ടിട്ടുള്ള ഫോർമാറ്റിൽ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക. അതിന് താഴെയായിട്ട് ആ ക്യാപ്ച കോഡും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. ക്യാപ്ച കോഡ് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ റിഫ്രഷ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ക്യാപ്ച വരും. അതിന് താഴെ വെരിഫൈ ചെയ്താൽ ഈ ഒരു ഇതാണ് ഓപ്പൺ ആവുക പേജ്. അതിൽ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൻ്റെ താഴെയായിട്ട് മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഉണ്ടാവും. അത് കഴിഞ്ഞ് ബാങ്ക് എന്നുള്ളൊരു കോളം ഉണ്ടാവും. അവിടെ സെർച്ച് ബാങ്ക് എന്ന് കാണാം. സെർച്ച് ബാങ്ക് എന്നുള്ള സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ബാങ്കുകളുടെ ലിസ്റ്റ് വരും. ഇനാച്ച് ഫെസിലിറ്റി കൊടുക്കുന്ന ബാങ്കുകളുടെ ലിസ്റ്റാണിത്. നമ്മുടെ ബാങ്ക് ഈ ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇനാച്ച് ഫെസിലിറ്റി അവൈലബിൾ അല്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നമ്മളുടെ ബാങ്ക് ഏതാണോ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമുക്ക് അക്കൗണ്ട് ടൈപ്പ്, സേവിങ്സ് അക്കൗണ്ട് ആണോ കറണ്ട് അക്കൗണ്ട് ആണോ എന്നുള്ള ചോദ്യം വരും. അതിൻ്റെ താഴെ നെയിം ഓഫ് ദ ബാങ്ക് ഡീറ്റെയിൽസ് അടിക്കുക. അതിനുശേഷം സെൻഡ് OTP കൊടുക്കുക. അപ്പോൾ ബാങ്കിൽ നിന്നൊരു കൺഫർമേഷൻ OTP വരും. ആ OTP ടൈപ്പ് ചെയ്താൽ ഈ ഒരു സ്ക്രീനാണ് വരുന്നത്. അവിടെ വാലിഡേഷൻ ഓഫ് ബാങ്ക് യൂസിങ് എങ്ങനെയാണെന്ന് ചോദിക്കും. നെറ്റ് ബാങ്കിങ് ആണോ ഡെബിറ്റ് കാർഡ് ആണോ? ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. പ്രൊസീഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് വാലിഡേറ്റ് ചെയ്യാനുള്ള ലിങ്കാണ് നമുക്ക് ഓപ്പണായി വരുന്നത്. നമ്മുടെ രജിസ്റ്റേർഡ് ID ഡീറ്റെയിൽസ് എല്ലാം വരും. അവിടെ പ്രീമിയം നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കാണിക്കും. ഇപ്പോൾ 1000 രൂപ പ്രീമിയം ആണെങ്കിൽ ഒരു 1250 രൂപയാണ് കാണിക്കുക. ആ പ്രീമിയം ഒരു 25% എക്സ്ട്രാ കാണിക്കും. അത് പ്രശ്നമില്ല. നമുക്ക് കറക്റ്റ് പ്രീമിയം തന്നെ ഡെബിറ്റ് ആവുള്ളൂ. പക്ഷേ എപ്പോഴും മാൻഡേറ്റ് കൊടുക്കുമ്പോൾ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും ചേഞ്ചസും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ആ മാൻഡേറ്റ് കൊടുക്കുന്നത്. കാരണം ഇത് ഒരുപാട് വർഷത്തേക്കുള്ളൊരു മാൻഡേറ്റ് ആണല്ലോ. അപ്പോൾ 1250 രൂപ എന്ന് കാണിച്ചാൽ 1000 രൂപയാണ് കറക്റ്റായിട്ട് ഡിഡക്റ്റ് ആവുള്ളൂ. അവിടുന്ന് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൻ്റെ സൈറ്റിലേക്ക് പോകും. അവിടെ ഒരു ഹൈ സെക്യൂരിറ്റി പാസ്വേഡ് വരും. അത് കൺഫേം ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. പ്രൊസീഡ് ചെയ്താൽ ബാങ്കിൻ്റെ സൈറ്റിലാണ് നമ്മൾ ഡെബിറ്റ് കാർഡ് വാലിഡേഷനുള്ള കാർഡ് നമ്പർ, കാർഡ് ഹോൾഡർ നെയിം, വാലിഡിറ്റി ഡേറ്റ്, പിന്ന്, ഇത്രയും കാര്യങ്ങൾ അടിക്കേണ്ടത്. അത് ക്യാപ്ചയും അടിച്ച് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അവിടെ വരും. ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് ആക്സെപ്റ്റ് കൊടുക്കുക. ആക്സെപ്റ്റ് കൊടുക്കുമ്പോൾ ഈ മാൻഡേറ്റ് ഓത്തറൈസേഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കും. തിരിച്ച് അത് LICയുടെ സൈറ്റിലേക്ക് പോയിട്ട് അവിടെ നമുക്ക് സക്സസ്ഫുൾ എന്ന് കാണിക്കും. ഇതോടുകൂടി നമ്മുടെ ഇനാച്ച് വാലിഡേഷൻ കഴിഞ്ഞു. ഒരു പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനൊരു റിക്വസ്റ്റ്, ഇങ്ങനൊരു സ്ക്രീനായിരിക്കും വരിക. അതായത് ടൈം ഫോർ പ്രീമിയം പേയ്മെൻറ്റ് ഡ്യൂ ടു ഷോർട്ട് ഫോർ രജിസ്റ്ററിങ് ഇനാച്ച് എന്നുള്ളൊരു മെസ്സേജ് വരും. അപ്പോൾ അതിനർത്ഥം നമ്മൾ കൗണ്ടറിൽ അപ് ടു ഡേറ്റ് ആയിട്ട് പ്രീമിയം അടച്ചതിന് ശേഷം പിന്നീട് നെക്സ്റ്റ് ഡേ ഈ മാൻഡേറ്റ് കൊടുക്കണം. നമുക്ക് ഇനാച്ച് വഴി ലാപ്സേഷൻ ഒരുപാട് ഒഴിവാക്കാൻ സാധിക്കും.